റിട്ടയർഡ് കേണൽ കൂടി നമുക്ക് പോകുന്നുണ്ട്. എസ് ദിനി, രണ്ട് ചോദ്യങ്ങൾക്കാണ് ഞാൻ അങ്ങയിൽ നിന്ന് ഉത്തരം തേടുന്നത്. ഒന്ന്, നിലവിൽ അതിർത്തിയിൽ യുദ്ധസമാനമായൊരു സാഹചര്യമുണ്ട്. അതിർത്തിയിലും ഒപ്പം തന്നെ കരസേനയുടെ കാര്യത്തിലാണെങ്കിലും നാവികസേനയുടെ കാര്യത്തിലാണെങ്കിലും വ്യോമസേനയുടെ കാര്യത്തിലാണെങ്കിലും തയ്യാറെടുപ്പുകളൊക്കെ സുസജ്ജമായി തന്നെ തുടരുന്നു. പക്ഷെ അപ്പോഴും രണ്ട് ചോദ്യങ്ങളാണ് ബാക്കി. ആ ചോദ്യങ്ങളിൽ ഒന്ന്, പാകിസ്ഥാൻ ആർമിയുമായി നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് നമുക്ക് അന്തർദേശീയ സമൂഹത്തിന് മുന്നിൽ നമുക്ക് പറയാൻ കഴിയും. ലഷ്കർ-എ തൊയ്ബ, ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കണക്ഷൻസ് ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ ആധികാരികമായി പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ആക്രമിക്കുന്നതിനൊരു തെളിവ് നമ്മൾ കൊടുക്കേണ്ടതുണ്ടോ? നമ്പർ 1. നമ്പർ 2, നമ്മൾ പ്രിസിഷൻ അഥവാ സർജിക്കൽ സ്ട്രൈക്കിനാണ് ഒരുങ്ങുന്നതെങ്കിൽ 2016-ലെയും 2019-ലെയും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പാകിസ്ഥാൻ ബെറ്റർ പ്രിപ്പയർഡ് ആയിരിക്കില്ലേ നമ്മളുടെ ഏത് സർജിക്കൽ സ്ട്രൈക്കിനെയും നേരിടാൻ? കേണൽ ഡിന്നി. ഡോക്ടർ അരുൺ, ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം, അതായത് നമ്മൾ ഈ ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമ്മളൊരു പ്രൂഫ് കൊടുത്തിട്ട് അതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ഐ തിങ്ക് ഡോക്ടർ അരുൺ ചോദിക്കുന്നത്. അപ്പൊ അത് ഒരു ഐ ഡോണ്ട് തിങ്ക് അതിന്റെ ആവശ്യമുണ്ട് ഡോക്ടർ അരുൺ. കാരണം ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാം പാകിസ്ഥാനാണ് എപ്പി സെന്റർ ഓഫ് ടെററിസം എന്നുള്ളത്. ഒസാമ ബിൻ ലാദൻ കിട്ടിയത് എവിടെ നിന്നായിരുന്നു? പാകിസ്ഥാനിൽ, അതും ഫ്രം മീറ്റേഴ്സ് അവേ ഫ്രം പാകിസ്ഥാൻ മിലിറ്ററി അക്കാഡമി. സോ ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചോളം നമ്മൾ ഒരു കാര്യം പറയാണ് അവിടെ നിന്നാണ് വന്നതെന്നുള്ളത്. ഇത് ജസ്റ്റ് ഒരു എന്താ പറയുക, അതിനെ അണ്ടർലൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പുഷ് ചെയ്യേണ്ട യാതൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇറ്റ്സ് എൻ ഓപ്പൺ സീക്രട്ട്. രണ്ടാമതായിട്ടുള്ള കാര്യം, നമ്മൾ ഈ ഇന്റർനാഷണൽ പ്രഷർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി എന്ത് പറയുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയൊരു ഫാക്ടർ അല്ല. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫോറിൻ മിനിസ്റ്റർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, വി നീഡ് പാർട്ട്നേഴ്സ് നോട്ട് പ്രീച്ചേഴ്സ്. അതായത് നമുക്ക് പങ്കാളികളെയാണ് വേണ്ടുള്ളത്, നമ്മളെ ഈ ഉപദേശം തരേണ്ട ആളുകളെ നമ്മൾ ആവശ്യമില്ല എന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത്. സോ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ നോക്കൂ, നമ്മൾ തന്നെ ഈ ഒരു റഷ്യ യുക്രൈൻ വാറിൽ നമ്മുടെ സ്റ്റാൻഡ് എന്താണ്? നമ്മുടെ സ്റ്റാൻഡ് ദിസ് ഇസ് നോട്ട് ദ ടൈം ഫോർ വാർ എന്നാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് നമ്മളെ ഇൻട്രസ്റ്റിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നോ? ഇല്ല. അപ്പൊ നമ്മുടെ പ്രശ്നം വരുമ്പോഴും US ആയാലും റഷ്യ അവരും അതേപോലത്തെ ഒരു സ്റ്റാൻഡേ എടുക്കത്തുള്ളൂ. പക്ഷെ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അവർ ചെയ്യും. ഇപ്പൊ US-നെ സംബന്ധിച്ചാലും JD വാൻസ് ആയാലും ശരി, മറ്റുള്ളവരൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്ത്യക്ക് സ്ട്രൈക്ക് ബാക്ക് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ചെയ്യണം, പക്ഷെ കൂടുതൽ എസ്കലേറ്റ് ആകത്തില്ല എന്നുള്ള രീതിയിൽ ചെയ്യണം എന്നുള്ളൂ. ഇതിന്റെ ഒരു നമ്മൾ 2019-ലെ ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ചെയ്ത സമയത്തും ഇതിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ എയർ സ്ട്രൈക്ക് ചെയ്ത കഴിഞ്ഞിട്ട് US-ന്റെ പ്രഷർ പാകിസ്ഥാന്റെ ഉള്ളിലുണ്ടായിരുന്നു. നിങ്ങൾ ന്യൂക്ലിയർ ബോംബ്സോ മറ്റൊരു കാര്യവും നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ചെയ്യുന്നത് അത് ഞങ്ങളെ ഒരു കൺകറൻസ് അല്ല, ഞങ്ങൾ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുമെന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് അന്ന് ജനറൽ ബാജ്വ അതിനെ ഡീഎസ്കലേറ്റ് ചെയ്യാൻ പോയത്. അപ്പൊ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും US പ്രഷർ, റഷ്യൻ പ്രഷർ ഒക്കെ പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ വരും. ഇതിനെ കൂടുതൽ എസ്കലേറ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ലെവലിലേക്ക് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് അത്ര ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആയിട്ട് അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമതായിട്ട് ഡോക്ടർ അരുൺ ചോദിച്ചത് അല്ലേ, രണ്ടാമത്തെ ചോദ്യം ഡോക്ടർ അരുൺ ചോദിച്ചത്, അതായത് നമ്മൾ ഓൾറെഡി ഒരു ബാലക്കോട്ട് എയർ സ്ട്രൈക്ക് ഒക്കെ പോയി ചെയ്തപ്പോൾ ഇപ്പം അവര് ഓൾറെഡി റെഡി ആയിരിക്കുമോ എന്ന്. നാച്ചുറലി ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഇന്നിപ്പോ 10-12 ദിവസമായിട്ട് അവരുടെ ഒരു വാർ ഹിസ്റ്ററി അവർ നടക്കുകയാണ്. അവർ രാത്രി 2:30 മണിക്ക് പ്രസ് കോൺഫറൻസ് നടത്തിയാണ് 36 മണിക്കൂറിനകം ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത്. അത്രമാത്രം ഭയം അവിടെ ഉണ്ട്. അപ്പൊ ആ രീതിയിൽ യെസ് അവർ നോക്കി നിൽക്കുകയാണ് എവിടെയാണ് അടി വരുന്നതെന്ന് അറിയാൻ പറ്റാതെ. പക്ഷെ ടു ബി വെരി ഓണസ്റ്റ് ഡോക്ടർ അരുൺ, നമ്മളിൽ എത്രയോ ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് ഞാനും ഡോക്ടർ അരുണും ഈ ഇരിക്കുന്ന പാനലിസ്റ്റും അല്ലാതെ മറ്റ് സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിക്കുന്നതിന് അപ്പുറമുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനകത്ത് നമുക്കിവിടെ ലിസ്റ്റ് ഔട്ട് പോലും ചെയ്യാൻ പറ്റാത്ത ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷനിൽ ഒരെണ്ണമായിരിക്കും നമ്മൾ നടത്താൻ പോകുന്നത്, 1, 2, 3 വി ഡോണ്ട് നോ. ആ രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിനെ ഐ ഡോണ്ട് തിങ്ക് അവർ ആ രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഒൺലി വറി അതുകൊണ്ടാണ് ഈ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് റിസ്ട്രെയിൻഡ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ആയിട്ട് ഈ റെസ്പോൺസ് കൊടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഈ ഏത് ഓപ്ഷൻ എടുത്താലും അതിന്റെ എന്താണ് കൗണ്ടർ ആയിട്ട് വരാൻ പോകുന്നതിന്റെ കൂടെ കണക്കെടുത്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഒരു സ്ട്രൈക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ട്രൈക്ക് വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം അവരുടെ നിലനിൽപ്പിന്റെ കാര്യമാണ്. പക്ഷെ ആ സ്ട്രൈക്ക് വരുന്ന അതിന്റെ ഇന്റൻസിറ്റി വിൽ ഡിപ്പെൻഡ് നമ്മളെ ഫോഴ്സസ് ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. കാരണം അവർക്ക് തോന്നുകയാണ് ഇനി ഭാരതം ഒരു സ്ട്രൈക്ക് കൊടുത്തു, തിരിച്ച് അവർ സ്ട്രൈക്ക് ചെയ്യാൻ അവർ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫോഴ്സസ് ഓൾറെഡി റെഡി ആണെങ്കിൽ ദേ വിൽ നോട്ട് ഡു വലിയ രീതിയിലേക്ക് അവർ ചെയ്യത്തില്ല. കാരണം അത്രയ്ക്ക് അതിന്റെ മൾട്ടിപ്പിൾ എഫക്റ്റ് ആയിട്ട് വീണ്ടും സ്ട്രൈക്ക് കിട്ടും. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഡിറ്ററൻസിന്റെ ഭാഗമാണ്. ആ ഫോഴ്സസിന് വരാനുള്ള സമയം വേണം.
അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ആളുകളായിട്ടൊക്കെ സംസാരിക്കും, അതിന്റെ എല്ലാത്തിനും സമയം വേണം. അപ്പൊ അതുകൊണ്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ടൈം ഈസ് ജസ്റ്റ് നോട്ട് എ പ്രോബ്ലം. നമ്മൾ 10 ദിവസമായാലും 20 ദിവസമായാലും 1 മാസമായാലും ഒരു പ്രശ്നമല്ല. ഇറ്റ് ഈസ് കോൾഡ് അനാലിസിസിന്റെ ബേസിസ്, ഒരു കാലിബ്രേറ്റഡ്, കോർഡിനേറ്റഡ് ആൻഡ് എന്താ പറയുക, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്, അല്ലാതെ ജസ്റ്റ് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ അല്ല. എല്ലാം കണക്ക് കൂട്ടിയുള്ള, യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള, ഏറ്റവും കുറഞ്ഞ ഡാമേജ് മാത്രം ഇപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള, എന്നാൽ പൂർണ്ണമായും വലിയ കാഷ്വാലിറ്റി മറുഭാഗത്ത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്കിലാണ് ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിർത്തിയിൽ എല്ലാ പഴുതുകളും അടച്ച് സജ്ജമാവുകയാണ് നമ്മളുടെ എല്ലാ സേനാ വിഭാഗങ്ങളും. Debate with Dr. Arun Kumar.